ഗുഡ് ഈവനിങ് ഡിയർ വൺസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയസ്പന്ദനം, പൾസ്, രക്തസമ്മർദ്ദം, ഹാർട്ട് ബീറ്റ്, പൾസ്, BP. അതിനെക്കുറിച്ച് ഈ 3 കൺസെപ്റ്റ്, അതായത് ഈ 3 ആശയങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഹൃദയസ്പന്ദനം, നമുക്ക് ഹൃദയം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് മിടിക്കുന്നതായിട്ട് തോന്നാം. അതിനെയാണ് നമ്മൾ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഇതിന് ഒരു 0.8 സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഹൃദയസ്പന്ദനത്തിൽ 2 ഘട്ടങ്ങളുണ്ട്, സിസ്റ്റോൾ ആൻഡ് ഡയാസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറയുന്നത് ഹൃദയ അറകളുടെ സങ്കോചമാണ്. ഈ സമയത്ത് എന്താണ്, നമ്മുടെ രക്തം എട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളുകളിലേക്കും, അതുപോലെ വെൻട്രിക്കിളിൽ നിന്ന് നമുക്കറിയാം ശ്വാസകോശ ധമനിയിലേക്കും അതുപോലെ മഹാധമനിയിലേക്കും പോകുന്നു. ആ ഒരു കൺട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹൃദയം സങ്കോചിക്കുന്ന, ഹൃദയത്തിൻ്റെ അറകൾ സങ്കോചിക്കുമ്പോൾ അപ്പോൾ അവിടെ ആ അറകളിൽ നിന്നുള്ള രക്തം മറ്റു ഭാഗങ്ങളിലേക്ക് പോകും, അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്തൊന്നും ഇങ്ങനെ സങ്കോചിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ഭാഗത്തേക്ക് നീങ്ങില്ല. അതേപോലെ തന്നെ ആ ഒരു ഘട്ടമാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഇനി അത് അങ്ങനെ അവിടെയുള്ള രക്തം അടുത്ത ഭാഗത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹൃദയം ഒരു വിശ്രമാവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ഡയാസ്റ്റോളിൻ്റെ സമയത്ത് നമ്മുടെ ഹൃദയ അറകളിൽ എന്താ സംഭവിക്കുക, നമ്മുടെ റൈറ്റ് എട്രിയത്തിലേക്ക് രക്തം, റൈറ്റ് എട്രിയത്തിലേക്കും ലെഫ്റ്റ് എട്രിയത്തിലേക്കും അതുപോലെ നമ്മുടെ ഹൃദയ അറകളിലേക്കും രക്തം വന്ന് നിറയും. ആ സമയമാണ് അതായത് വിശ്രമാവസ്ഥയിലിരിക്കുമ്പോൾ, അതായത് ഒന്നും സങ്കോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബലൂണ് ഒന്നിങ്ങോട്ട് ചുരുക്കി പിന്നെ അങ്ങോട്ട് നീർത്തി കഴിഞ്ഞാൽ അത് നിവരില്ല. അതുപോലെ തന്നെ ഹൃദയം അതിൻ്റെ വിശ്രമാവസ്ഥ അഥവാ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് ഡയാസ്റ്റോളിൻ്റെ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പം എന്ത് ചെയ്യും, ഊർധ്വമഹാസിരയിൽ നിന്ന്, അതായത് മഹാസിരകളിൽ നിന്ന് വലത് എട്രിയത്തിലേക്കും അതുപോലെ ശ്വാസകോശ സിരയിൽ നിന്ന് ഇടത് എട്രിയത്തിലേക്കും രക്തം വന്ന് നിറയും. അതുപോലെ ആ ഒരു രക്ത അറ, അതായത് നമ്മുടെ ഹൃദയ അറകളിൽ രക്തം നിറയുക, ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് നമ്മുടെ സിസ്റ്റോൾ ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, വിശ്രമാവസ്ഥയിൽ വരുന്നതിനെയാണ് നമ്മൾ ഡയാസ്റ്റോൾ. സോ അവർ ഹാർട്ട് ബീറ്റ് ടേക്കൺ, അല്ലെങ്കിൽ അവർ ഹാർട്ട് ബീറ്റ് ടേക്സ് 0.8 seconds. For one heartbeat it takes 0.8 seconds. The contraction of chambers of heart is called systole. During the systole, the blood from the atrium, blood from the right and left atrium flows to the corresponding ventricles, and from these ventricles the blood flows to the pulmonary artery and aorta. From the left ventricle it is to the aorta, and from the right ventricle it is to the pulmonary artery. Okay, that duration, that phase is called systole. Systole simply means the contraction of chambers of heart. And what is diastole? Diastole known as the relaxation phase of the heart. During that relaxation, the heart chambers filled with blood. The right atrium filled with blood from the vena cavas, and the left atrium filled with the blood coming from pulmonary vein. That was called diastole. So both the systole and diastole constitute the heartbeat. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയസ്പന്ദനം ശരാശരി ഒരു മിനിറ്റിൽ 72 തവണയാണ്. നമ്മൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു, ആണുങ്ങൾക്ക് ചിലപ്പോൾ 70-72 റേഞ്ചിലും, സ്ത്രീകളാവുമ്പോൾ കുറച്ച് കൂടുതലായി 78-82 റേഞ്ചിലൊക്കെ വരാറുണ്ട്. അത് നോർമലാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ശരാശരി പറയുമ്പോൾ, ഒരു ആവറേജ് പറയുമ്പം 72 തവണയാണ് ഹൃദയം മിടിക്കുന്നത്, അതായത് ഹാർട്ട് ബീറ്റ്സ് 72 times per minute. പിന്നെ നമ്മൾ പറയുന്നത്, ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ട് ഒരു തരംഗചലനം നമ്മുടെ ധമനി ഭിത്തികളിൽ അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. നമ്മൾ കൈയിൻ്റെ ഇവിടെയൊക്കെ വെച്ചിട്ട്, ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാകും, കൈത്തണ്ടയിൽ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒരു ബീറ്റിംഗ് ഇങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. ആ പൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം
സങ്കോചന വികസന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു തരംഗ രൂപത്തിലുള്ള ഒരു ചലനമാണ്, ഒരു ചെറിയൊരു മൂവ്മെൻ്റാണ് നമ്മുടെ ധമനി ഭിത്തികളിൽ. അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുക. പൾസിൻ്റെ നിരക്ക് ഇതുപോലെ ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും, അതായത് 72 തവണയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പൾസ് നോക്കാറുണ്ട്, എന്തെങ്കിലും അസുഖമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പൾസ് നോക്കാറുണ്ട്. ഓക്കെ, പിന്നെ പക്ഷേ ഈ പൾസ് എന്ന് പറയുന്നത് നോർമലായിരിക്കുമ്പോഴാണ് നമ്മൾ 72 പറയുക. ഒരു ഹെവി എക്സസൈസ്, അതായത് നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഹൃദയം വല്ലാതെ മിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് പൾസും കൂടും. അപ്പോൾ നമ്മൾ നോർമലായിരിക്കുമ്പോഴാണ് ഈ 72 തവണ എന്ന് പറഞ്ഞത്. പിന്നെ കഴുത്തണ്ടയിൽ അല്ലാതെ പൾസ് അനുഭവപ്പെടുന്ന മറ്റ് ഭാഗങ്ങളും ഒന്ന് അവിടെ നെറ്റിയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, താടിയുടെ താഴായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സ്പർശിച്ചു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുക. സോ വാട്ട് ഈസ് പൾസ്? We know that our heart beats 72 times per minute. The wavy-like movement formed due to the contraction and relaxation of heart is felt on the walls of the arteries. That wavy-like movement on the walls of arteries can be felt by just touching on the artery wall. That is called a pulse. So the pulse rate is equal to the heartbeat rate. So it is 72 times per minute. And after a heavy exercise, the pulse rate may increase because the heart beat more times than the normal time. Okay. ഇനി നമ്മൾ പറയുന്നത് എന്താണ് രക്തസമ്മർദ്ദം എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രഷർ രക്തസമ്മർദ്ദത്തിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പൾസ് പറഞ്ഞു, അതുപോലെ ഹൃദയസ്പന്ദനം പറഞ്ഞു. ഇനി നമ്മൾ രക്തസമ്മർദ്ദം പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൾസ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം നോക്കാൻ നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്നറിയപ്പെടുന്നത്. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ അല്ലെങ്കിൽ വികാസം പ്രാപിക്കുമ്പോൾ, സങ്കോചിക്കുമ്പോൾ 70 ml രക്തം മറ്റു രക്തക്കുഴലുകളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വികാസം പ്രാപിക്കുമ്പോൾ 70 ml രക്തം വന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 70 ml രക്തം നമ്മളുടെ ഒരു ഹൃദയം സങ്കോചിക്കുമ്പോൾ ഈ 70 ml, അതായത് 70 ml രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ധമനി ഭിത്തികളിൽ ശരിക്കും ഒരു ഒരു മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷർ, കാരണം സിസ്റ്റോളിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ, അതുകൊണ്ട് അതിന് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. അതിൻ്റെ ഒരു അളവ് നോർമൽ റേറ്റ് പറയുമ്പം 120 mmHg ആണ്. അതുപോലെ തന്നെ ഹൃദയം നമ്മുടെ വികാസം പ്രാപിക്കുമ്പോൾ, അതായത് ഡയാസ്റ്റോളിൻ്റെ സമയത്തും അതുപോലെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ധമനികളിൽ ഒരു കുറഞ്ഞ രക്തമർദ്ദമാണ് ഉണ്ടാവുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയാസ്റ്റോളിക് പ്രഷർ. ഇത് 80 mmHg ആണ്. ഇത് രണ്ടും അളക്കാൻ നമ്മൾ സ്ഫിഗ്മോമാനോമീറ്റർ പറയും. ഇത് രണ്ടിനെയും കൂടെ കൂടിച്ചേർത്തിട്ടാണ് നമ്മൾ രക്തസമ്മർദ്ദം അളക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ 120/80 mmHg, അതായത് 120/80 mmHg ആണ് ഒരു നോർമലായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുടെ രക്തസമ്മർദ്ദം പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാകും. മറ്റേത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫിഗ്മോമാനോമീറ്റർ ഇപ്പോൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ ലെവലും ഗ്ലൂക്കോസ് ലെവലൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ കൊറോണ സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ നോക്കാനൊക്കെ ഇൻസുലിനൊക്കെ നോക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഓക്സിമീറ്റർ ഓക്സിജൻ അളവ് നോക്കാൻ. അതുപോലെ ഇതൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഉപകരണമാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ, വാട്ട് ഈസ് സിസ്റ്റോളിക് പ്രഷർ? വി നോ ദാറ്റ് 70 ml blood is pumped into the arteries during our heart beating or during a systole, and during diastole the same 70 ml blood is filled in our heart chambers. This blood, that is when at the time of systole, this pumping blood or pumped blood exert a pressure on the arteries. That pressure is called systolic pressure. The normal rate of systolic pressure is 120 mmHg.
Like that, during the relaxation or diastole, a lower or low pressure is exerted on the arteries. That is called diastolic pressure. The normal rate is 80 mmHg. So both the systolic pressure and diastolic pressure constitute the blood pressure of one person. Sphygmomanometer is an instrument used to record this blood pressure. There is also digital BP apparatus for measuring the blood pressure. ഇനി നമ്മൾ പറയുന്നത് രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തെക്കുറിച്ചാണ്. അതായത് എന്താണ് നമ്മുടെ രക്തസമ്മർദ്ദത്തിലെ മാറ്റങ്ങൾ, അതായത് കൂടുതലും കുറവും. നമ്മൾ പറഞ്ഞു 120/80 mmHg ആണ് നോർമലായിട്ടുള്ളത്. ഇനി അതിനേക്കാൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അതായത് ഈ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ഇപ്പം 120 പകരം 140 എബവ്, അതുപോലെ 80 പകരം 60 താഴേക്ക് വന്ന് 60 അല്ലെങ്കിൽ 80 പകരം 90 മുകളിൽ, 120 പകരം 140 മുകളിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷനാണ്. അതായത് കൂടിയ അളവിലാണ്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അതിരക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇത് നോർമലി ഇപ്പോൾ എല്ലാ ആളുകളിലും കാണുന്നതാണ്. ഒരു സൈലൻറ്റ് കില്ലറാണ്. ഓക്കെ, ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് വ്യായാമക്കുറവ്, അതുപോലെ പുകവലി, പിന്നെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗം തുടങ്ങിയ അനാരോഗ്യ ശീലങ്ങളൊക്കെ ഈ ഒരു ഹൈപ്പർ ടെൻഷന് കാരണമാകാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു നിശ്ചിത 120/80 mmHgയിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 120 എന്നുള്ളത് 100 താഴെ അല്ലെങ്കിൽ 110 താഴെ, 80 എന്നുള്ളത് 60 താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്നാണ് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിലേക്കോ ഹൃദയാഘാതത്തിലേക്കൊക്കെ നയിക്കും. അതായത് ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ എന്താ, ഹൃദയം നിലച്ചു പോവുക. കാരണം വല്ലാതെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൃദയത്തിന് അതുപോലെ തന്നെയാണ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താ, ബ്ലഡ് ഫ്ലോ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. പക്ഷാഘാതം ഉണ്ടായത്, അതായത് ഒരു ഭാഗത്തേക്ക് ബ്ലഡ് എത്താതിരിക്കുക. അത് കൂടിക്കഴിഞ്ഞാൽ, അതായത് ടെൻഷൻ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഈ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് ഹൈപ്പർ ടെൻഷൻ? എ ടെൻഷൻ ഓർ എ പ്രഷർ above 120/80 mmHg, like 140 or 90 mmHg, 140/90 mmHg, that is called hypertension. The reason for this hypertension is usually unhealthy food habits or unhealthy habits, like the excess use of salt and fatty food, smoking, the reduction or absence of exercise leads to the hypertension. What is hypotension? It's a low pressure below the desired level. We know that normal rate is 120/80 mmHg. If it is 110 or 100/60 mmHg, it is called hypotension. Both hypo and hypertension leads to the stroke and heart attack, because the blood flow is reduced through the blood vessels, and it may leads to the dysfunctioning or malfunctioning of the heart. That is called heart attack. ഇനി നമ്മൾ രക്തത്തിൽ നിന്നും കോശത്തിലേക്ക് എന്നുള്ള ഭാഗമാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു സംശയം നമ്മളപ്പോൾ കണ്ടതായിരുന്നു. അതായത് ഈ രക്തം നമ്മുടെ കലകളിലുമായിട്ട് രക്തത്തിലൂടെയാണല്ലോ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, എങ്ങനെയെങ്കിൽ കോശത്തിനുള്ളിൽ രക്തം പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്. അതായത് നമ്മൾ രക്തം നമ്മുടെ കലകളിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് അവിടെ നിന്ന് എക്സ്ചേഞ്ച് നടക്കുന്നത്, അല്ലേ? അതാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ കാണാൻ പറ്റും. രക്തം ഒരു ധമനി വഴി എത്തുന്നു. ധമനി, കലകൾ, കോശങ്ങൾ അവിടെ നിറയെ കാണാൻ പറ്റും. കലകളുടെ ഭാഗത്തെത്തുമ്പോൾ ധമനികൾ ഇങ്ങനെ ബ്രാഞ്ച് അതായത് ശാഖകളായിട്ട് പിരിഞ്ഞ് ലോമികകളാകുന്നു. ലോമികകളായിട്ട് ആ ലോമികകളെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ കോശങ്ങൾ ഇതാ മഞ്ഞ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൂടെ പോകുന്ന രക്തലോമികയും കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരു ലിംഫ് ലോമികയുണ്ട്. അപ്പോൾ രക്തത്തിൽ നിന്ന് ആവശ്യമുള്ള ഘടകങ്ങളായിട്ടുള്ള ഓക്സിജന്, അതുപോലെ ഗ്ലൂക്കോസ് ഒക്കെ എങ്ങനെയാണ് എത്തുന്നത്? രക്തത്തിൽ നിന്ന്
നമ്മൾ രക്തം എന്ന് പറയുന്നത് ഒരു ദ്രവരൂപമാണ്. അതിൽ നിന്ന് ആ ദ്രവം മാത്രം, അതായത് ദ്രാവക രൂപം നമ്മുടെ ഈ ഒരു കോശാന്തര സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്നു. ഏത് വഴി? രക്തലോമികകളിൽ നിന്നാണ് അന്നേ പറഞ്ഞിരുന്നു. കുഞ്ഞു കുഞ്ഞു പോർസ് അഥവാ ചെറിയ ചെറിയ ഒരു ദ്വാരങ്ങളുണ്ട്. അതിലൂടെ ആ ദ്രാവക ഭാഗം പതുക്കെ ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ഗ്ലൂക്കോസും ഓക്സിജനൊക്കെ കലകൾ വലിച്ചെടുക്കും. തിരിച്ച് അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെയും കലകളിലെ മാലിന്യത്തെയൊക്കെ തിരിച്ച് ആ ഒരു ദ്രാവകത്തിലേക്ക് ഇറക്കും. ആ ഒരു ദ്രാവകത്തിന് പറയുന്ന പേരാണ് നമ്മൾ ടിഷ്യൂ ദ്രവം എന്നുള്ളത്. ടിഷ്യൂ ദ്രവം. അങ്ങനെ ആ ടിഷ്യൂ ദ്രവമാണ് ഇവിടെ ശരിക്കും എക്സ്ചേഞ്ചിന് സഹായിക്കുന്നത്. അതായത് ഓക്സിജൻ്റെയും അതുപോലെ പോഷക ഘടകങ്ങളുടെയും കലകളിലേക്കുള്ള കൊടുക്കലും കലകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വിസർജ്യ വസ്തുക്കളും വാങ്ങുന്നതും ഈ ടിഷ്യൂ ദ്രവം ഉണ്ടായിട്ടാണ്. അതിൻ്റെ സഹായത്താലാണ്. ഒരിക്കലും നമ്മുടെ രക്തത്തിലെ അരുണ രക്താണുക്കളോ അതുപോലെ വലിയ കോശങ്ങളായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സോ അതുപോലെ പ്രോട്ടീൻ തന്മാത്രകളൊന്നും ഒരിക്കലും ഈ ഒരു കുഞ്ഞു ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങില്ല. അതൊക്കെ ആ ബ്ലഡിൽ തന്നെ നിൽക്കും. ആവശ്യമുള്ള നമ്മളെ പ്ലാസ്മ രൂപത്തിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു നമ്മുടെ കോശാന്തര സ്ഥലത്തേക്ക് ഊർന്നിറങ്ങുന്നത്. ഇനി ഈ ടിഷ്യൂ ദ്രവം കുറേയൊക്കെ അവിടെ അപ്പുറത്ത് കാണുന്ന ലിംഫ് ലോമികകളിലേക്കും വലിച്ചെടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ലിംഫ് ലോമികകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലിംഫ് എന്ന് പറയും. ഈ ലിംഫിൽ നിന്ന് തിരിച്ച് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, അതായത് ചെറുകുടലിൽ വെച്ചിട്ട് കൊഴുപ്പിനെയും ഫാറ്റി ആസിഡിനെയും ലിംഫിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ തിരിച്ച് കലകൾക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അടുത്തതിൽ പഠിക്കും. ഇപ്പോൾ ഇവിടെ കോശാന്തര സ്ഥലത്ത് നിന്ന് ബാക്കിയാവുന്ന കുറച്ചൊക്കെ ദ്രാവക ഭാഗം ലിംഫ് ലോമികകളിലേക്ക് എടുക്കുന്നുണ്ട്. അത് പിന്നീട് ലിംഫായിട്ട് ഒഴുകിപ്പോകും. ഓക്കെ. പിന്നെ അങ്ങനെ അവിടെ എക്സ്ചേഞ്ചൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ലോമികകളൊക്കെ പിന്നീട് വീണ്ടും യോജിച്ച് സിരകളായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. സോ when the blood vessel reaches the tissues, it is branched into many small blood vessels that are called capillaries. These capillaries is in close contact with the cells. In the cells, due to metabolic action, there are numerous excretory or waste products, and also carbon dioxide is there. From these capillaries, the fluid part oozes out into the interstitial space through minute pores. Okay. From these interstitial space, the fluid is called tissue fluid. From this tissue fluid, the oxygen and nutrients are taken up by the cells, and the excretory products like carbon dioxide and other waste products are returned to the blood. This interstitial fluid is also absorbed by the lymph vessel that is residing in either area. Okay, this tissue fluid absorbed by the lymph vessel is renamed as lymph. From the lymph also fatty acid exchange is also there, and this tissue fluid absorbed by the lymph vessel carried through the lymph capillaries. So the exchange of nutrients and waste products is through a simple diffusion through the capillary walls. In the capillary walls there are small minute pores. Through these pores the blood plasma region or fluid region oozes out for the exchange of minerals. That's why the exchange of nutrients has taken place in the tissues. ഓക്കെ. അപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.